കൊച്ചി മെട്രോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഓൺലൈൻ ബുക്കിംഗിന്റെ യൂസ് കേസാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. വെൽക്കം ടു KMRL ഗ്രീറ്റിംഗ് ഓഫ് ദി ഡേ. രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത്. ഇതൊരു ഇന്ററാക്റ്റീവ് ബട്ടൺ മെസ്സേജ് ആണ്. അപ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, QR ടിക്കറ്റും മോർ ഓപ്ഷൻസും. QR ടിക്കറ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്, ബുക്ക് ടിക്കറ്റും ക്യാൻസൽ ടിക്കറ്റും. അപ്പോൾ ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ടിക്കറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ലിസ്റ്റ് മെസ്സേജാണ്. അതിൽ പ്ലീസ് ചൂസ് എൻട്രി സ്റ്റേഷൻ ഫോർ യുവർ ജേർണി. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓപ്ഷൻസ് വരും. അപ്പോൾ അതിന് ഞാൻ ആലുവ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം എക്സിറ്റ് സ്റ്റേഷനുള്ള മെസ്സേജ് വന്നു. ഞാൻ എക്സിറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കമ്പനിപ്പടി സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് ഞാൻ 1 സെലക്ട് ചെയ്യുന്നു. ഇതും ഒരു ലിസ്റ്റ് മെസ്സേജാണ്. പിന്നെ അടുത്തായിട്ട് ഇത് റൗണ്ട് ട്രിപ്പ് ആണോ അത് സിംഗിൾ വൺ വേ ജേർണി ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ സിംഗിൾ ഓപ്ഷൻ കൊടുക്കുകയാണ്. പനിഷ് യുവർ ടിക്കറ്റ് ആർ ഫ്രം ആലുവ ടു കമ്പനിപ്പടി വിൽ ബി 18 rupees ആണ്. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ? അപ്പോൾ ഞാൻ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ പേ നോ ക്ലിക്ക് ചെയ്യുവാണ്. UPI വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ UPI ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. പേജ് സക്സസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സക്സസ്ഫുൾ നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് ക്ലിക്ക് ഹിയർ ടു റീഡയറക്ട് വാട്സപ്പ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ തിരിച്ച് ആ ഒരു വാട്സപ്പ് നമ്പറിലേക്കുള്ള ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ വന്നു. അപ്പോൾ തന്നെ സെർവറിന് റെസ്പോൺസ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഓർഡർ ID എനിക്ക് വന്നു. അപ്പോൾ തന്നെ QR കോഡായിട്ട് ആ ഒരു ബുക്കിംഗ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് റെഡി ആയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ ഈ ഒരു ചാറ്റ് ബോട്ട് എക്സാക്ട്ലി അതുപോലെ ഞാൻ ഡെമോ ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ librami.com എന്നാണ്. അപ്പോൾ librami.comൽ ചെന്ന് നിങ്ങൾ ഒരു ഫ്രീ ട്രയൽ അക്കൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള യൂസ് കേസുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ മറ്റൊരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതിൽ നിന്നൊരു ഇൻട്രാക്റ്റീവ് മെസ്സേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ഒരു ഇമേജ് അപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഒരു ഇമേജ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് വെൽക്കം ടു KMRL ഗ്രീറ്റിംഗ്സ് ഫോർ ദി ഡേ. ടെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 ബട്ടണാണ് ആഡ് ചെയ്തിരിക്കുന്നത്, QR ടിക്കറ്റും മോർ ഓപ്ഷൻസും. മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴും മറ്റൊരു ചാറ്റ് ബോട്ടിലേക്കാണ് പോകുന്നത്. ഒദർ സർവീസസ് എന്ന് പറഞ്ഞൊരു വേറൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാറ്റ് ബോട്ടിലേക്ക് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒദർ സർവീസസ് അല്ലെങ്കിൽ ക്യാൻസൽ ടിക്കറ്റ് വേറെ ചാറ്റ് ബോട്ടുകൾ കാണാം. അപ്പോൾ അതിലേക്കായിരിക്കും അത് പോവുക. അപ്പോൾ ഞാനിത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ QR ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനാണ് വരുന്നത്, ബുക്ക് ടിക്കറ്റും ക്യാൻസൽ ടിക്കറ്റും. ഇതും ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ക്വിക്ക് റിപ്ലൈ മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അതിൽ അപ് ടു 3 ബട്ടൺസാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹെഡറിൽ ടെക്സ്റ്റ് ഉപയോഗിക്കാം, ഇമേജ് ഉപയോഗിക്കാം. ഇമേജാണ് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ മെസ്സേജിൽ. രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ഹെഡറാണ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ബോഡി മെസ്സേജിൽ താങ്ക് യു, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു എന്ന് ചോദിക്കുകയാണ്. 2 ബട്ടൺസ്, ബുക്ക് ടിക്കറ്റും ക്യാൻസൽ ടിക്കറ്റ്. ക്യാൻസൽ ടിക്കറ്റ് എന്നുള്ള വേറൊരു ചാറ്റ് ബോർഡിലേക്ക് ജമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജമ്പ് ചെയ്യാനുള്ള മൊഡ്യൂൾ ഇവിടെ ഉണ്ട്, ചാറ്റ് ബോട്ട് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പല ചാറ്റ് ബോട്ടിലേക്ക് ജമ്പ് ചെയ്യാം. കൂടാതെ എക്സിസ്റ്റിംഗ് ചാറ്റ് ബോട്ടിൽ തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കോ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇത് രണ്ടുമല്ല, ബട്ടൺ രണ്ടും ക്ലിക്ക് ചെയ്തില്ല, വേറെ ഏതെങ്കിലും മെസ്സേജ് ജസ്റ്റ് റാൻഡംലി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫോൾട്ട് ബ്ലോക്ക് ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ റിപ്പീറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ആവും, ഇതിൽ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നവരെ. ഇനി ബുക്ക് ടിക്കറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകുന്നത് ലിസ്റ്റ് മെസ്സേജാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ ലിസ്റ്റ് മെസ്സേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ് ടു 10 ഓപ്ഷൻസാണ് നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത് സ്റ്റാറ്റിക്കായിട്ട് 10 ഓപ്ഷൻസാണ് ആഡ് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ആക്ച്വലി ഒരു സെർവറിന് ഫെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഡൈനാമിക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് യൂസർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ 10 ഐറ്റംസ് ഡൈനാമിക് ആണ്, അത് എന്ത് വേണമെങ്കിലും ആവാം. അത് സെർവറിന് ഫെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനോടൊപ്പം വെബ്ബുക്ക് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള മൊഡ്യൂളാണ് ലിസ്റ്റ് എന്നുള്ളത്. അതിലിപ്പോൾ ഓരോ എൻട്രി സ്റ്റേഷൻസുകൾ മാനുവലി ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലല്ല, ഇതല്ലാതെ ഒരു ഓപ്ഷൻ യൂസർ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ വന്നു, ബുക്ക് ടിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻട്രി സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻട്രി സ്റ്റേഷൻ്റെ ഉള്ളിൽ ആലുവ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആലുവ ആണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതല്ല, ഏത് ഓപ്ഷൻസ് എങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് പ്ലീസ് ചൂസ് എൻ ഓപ്ഷൻ ഫ്രം ദ അവൈലബിൾ ലിസ്റ്റ് എന്ന് ചോദിച്ചിട്ട് തിരിച്ച് വീണ്ടും ആ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും അടുത്തൊരു എക്സിറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു അടുത്ത ലിസ്റ്റ് മിസ്സിലേക്കാണ് പോകുന്നത്. അതിനോടൊപ്പം ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ വേരിയബിളിലേക്ക് ഈ യൂസർ എൻ്റർ ചെയ്ത ഡാറ്റ സേവ് ചെയ്യാണ്. ഫ്രം സ്റ്റേഷൻ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആലുവ സെലക്ട് ചെയ്തപ്പോൾ ആലുവയായിരിക്കും ഇവിടെ സേവ് ആവുക. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എക്സിറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിൽ നമ്മൾ സേവ് ചെയ്യുന്നത് 2 സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഇവിടെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ സേവ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സെലക്ട് ചെയ്തത് കമ്പനിപ്പടി എന്നുള്ളൊരു 2 സ്റ്റേഷനാണ്. അത് ആ ഒരു വേരിയബിളിൽ സേവ് ആവും. ഈ 2 വേരിയബിളും നമ്മൾ എന്ത് ചെയ്യുവാണ്, സെർവറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഒരു API റിക്വസ്റ്റ് വഴി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ API മൊഡ്യൂൾ, വെബ്ബുക്ക് മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു URLിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. പോസ്റ്റ് റിക്വസ്റ്റിൽ ബോഡിയിൽ പാസ് ചെയ്യുന്നത് ഫ്രം എന്ന് പറഞ്ഞ ഫ്രം സ്റ്റേഷനും 2 എന്ന് പറഞ്ഞ 2 സ്റ്റേഷനും കൂടാതെ യൂസറുടെ കിട്ടിയിരിക്കുന്ന ഫോൺ നമ്പറും കൂടി പാസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് തിരിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റയാണ് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്.
എന്ന് വെച്ചാൽ ഈ APIയിൽ നിന്നും തിരിച്ച് സെർവറിന് റെസ്പോൺസ് ആയിട്ട് വരുന്ന ഫ്രം സ്റ്റേഷൻ, യുവർ ടിക്കറ്റ് ഫെയർ ഫ്രം സ്റ്റേഷൻ എന്നുള്ള വേരിയബിളാണ്. ഇവിടെ ആണ് യുവർ ടിക്കറ്റ് ഫെയർ ഫ്രം ആലുവ ടു എന്നതിന് ശേഷം അത് വേരിയബിളാണ് ടു സ്റ്റേഷൻ. അപ്പോൾ അത് കമ്പനി പടിയാണ്. വിൽ ബി RS18. അപ്പോൾ 18 എന്ന് പറഞ്ഞ എമൗണ്ട് സെർവറിന് ഫെച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഫെയർ എന്താണെന്നുള്ളത്. അതിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ഡി വാണ്ട് ടു കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ചോദിക്കുന്നു, യെസ്, അല്ലെങ്കിൽ മെയിനിലേക്കുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഈ 2 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് മെയിനിലേക്ക് ജമ്പ് ആവും. യെസ് കൊടുത്ത് കണ്ടിന്യൂ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്നത് നേരെ എന്താണ്, ഈ പേയ്മെൻറ്റ് മെസ്സേജാണ്. ഇതിനുള്ള സ്ട്രൈപ്പ് പോലുള്ള ഇൻ്റർനാഷണൽ ഗേറ്റ് വേ, ഇൻസ്റ്റാമോജോ, റെസോർപ്പേയുള്ള ഗേറ്റ് വേസ് ഇവിടെ അവൈലബിൾ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ക്രെഡൻസുകളെല്ലാം ഫില്ല് ചെയ്ത് കറൻസി, ടൈം ഔട്ട്, എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൽ നമ്മൾ പേയ്മെൻറ്റ് ലിങ്ക് ജനറേറ്റ് ആയിട്ട് സെൻഡ് ആവും. ഇനി ഞാൻ ഡെമോ കാണിച്ചതിൽ ഇവിടെ സക്സസ് ആയിട്ട് വന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ബ്രോമിയിൽ ഇത് ഫെയിൽ ആവാണെന്ന് കരുതും. ഫെയിൽ ആവാണ്, ടൈം ഔട്ട് ആവാണ്, ക്യാൻസൽ ആവാണ്. ഫെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പേയ്മെൻറ്റ് നടന്നില്ല, അപ്പോൾ അത് ഫെയിലാണ്. ടൈം ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ നിശ്ചിത ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിനുള്ളിൽ പേയ്മെൻറ്റ് നടന്നില്ലെങ്കിൽ ടൈം ഔട്ട് ആവും. യൂസറിന് ഈ മെസ്സേജ് വന്നതിന് ശേഷം, പേയ്മെൻറ്റ് മെസ്സേജ് വന്നതിന് ശേഷം പേയ്മെൻറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും മെസ്സേജ് റാൻഡം അയക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ക്യാൻസൽ ചെയ്താലും ഇത് 3-ൽ നിന്നും ഈ ഒരു മെസ്സേജിലേക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ട്രൈ അഗെയിൻ ചെയ്യാനും മെയിൻ മെയിലേക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. തിരിച്ച് ഈ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എഗെയിൻ ഈ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ജനറേറ്റ് ആയി പോകും. അല്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ മെയിലിലേക്ക് പോവാണ്. ഈ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് പേയ്മെൻറ്റ് സക്സസ് ആയാൽ അടുത്ത കാര്യമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും സെർവറിലേക്ക് ഡാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ സക്സസ് ആയി എന്ന് പറഞ്ഞ് സെർവറിൽ നോട്ടിഫൈ ചെയ്യുകയാണ്. അപ്പോൾ സെർവറിൽ നിന്നും അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് ഒരു QR കോഡിൻ്റെ ഇമേജ് URL ആയിട്ട് പ്ലസ് ഡിസ്ക്രിപ്ഷനും. അവിടെയാണ് ഈ ഒരു ഇമേജ് ജനറേറ്റ് ആവാൻ. ഇപ്പോൾ നിങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു യൂസ് കേസ് ഒരു ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിങ്ങിന് ഒരു ID നമുക്ക് സെർവറിൽ നിന്ന് യൂണിക്കായിട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം അത് കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇമേജ് മെസ്സേജാണ്. അപ്പോൾ ഇമേജ് മെസ്സേജിലേക്ക് നമുക്ക് സെർവറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു ടിക്കറ്റ്, സ്പെസിഫിക് ടിക്കറ്റ് URL ആയിട്ടായിരിക്കും പോസ്റ്റ് റിക്വസ്റ്റിന് നമുക്ക് റെസ്പോൺസ് വരിക. ഓക്കെ, ആ ഒരു റെസ്പോൺസ് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ട് ആ വേരിയബിൾ നെയിമാണ് QR ടിക്കറ്റ് എന്നുള്ളത്. അത് ഇവിടെ യൂസറിലേക്ക് സെൻഡ് ചെയ്യുവാണ്. കൂടാതെ ആ ഡിസ്ക്രിപ്ഷൻ സെൻഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസർ എന്തെങ്കിലും വീണ്ടും ഒരു ഇൻപുട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജംപ് ടു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാം. കൂടാതെ 1-2 ഓപ്ഷൻ കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു 15 മിനിറ്റ് റീസെറ്റ് ടൈം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഏതെങ്കിലും ടൈമിൽ ഇനാക്റ്റീവായി 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് മൊഡ്യൂൾ വന്നായിരിക്കും. അപ്പോൾ വാട്സപ്പ് വഴി ഇങ്ങനെ ഒരു യൂസ് കേസൊക്കെ ബിൽഡ് ചെയ്തതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കൊച്ചി മെട്രോ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം. ഇതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ brommy.com വിസിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രയൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ബിസിനസ് ഓട്ടോമേഷനെ കുറിച്ചും AI ടെക്നോളജീസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.